പുസ്തകങ്ങൾ വായിക്കുന്നത് ഇഷ്ടമാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വായിച്ചറിയുന്നത് ഇഷ്ടമാണ്. മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ള ചോദ്യം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്നത് ഇഷ്ടമാണ്. ഇങ്ങനെ കുറേ വർഷങ്ങളോളം എടുത്ത് ഇങ്ങനെ കുറേ ഒരു ക്യൂരിയോസിറ്റിയുടെ ഫലമായിട്ട് കാര്യങ്ങളെ വായിച്ചും ഗ്രഹിച്ചും സ്വയം ചോദ്യം ചെയ്തും ഞാൻ എത്തിച്ചേർന്ന ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറച്ച് ഫൈൻഡിങ്സ് ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ എൻ്റെ ഇഷ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചം, മനുഷ്യൻ, പ്രകൃതി, എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെയിൽസ്, ബിസിനസ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത ടോപ്പിക്കുകൾ ഇഷ്ടപ്പെട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങളെ ഒരു പാക്കേജ് രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനെ പോലെയും വായിക്കുമ്പോൾ നമ്മളിലേക്ക് കുറെ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തും. ആ ഉത്തരങ്ങളുടെ പുറകെ പോകുമ്പോൾ വീണ്ടും കുറെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിന്റെ ഫലമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ എന്താണ് സമൂഹത്തിന് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പോയിന്റ് ഞാൻ എത്തിച്ചേരുകയാണ്. അപ്പൊ ആ ഒരു ഡിസ്കവറിയുടെ ഫലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് ആളുകൾക്ക്, മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്, സമൂഹത്തിന് കൊടുക്കുവാനായിട്ട് എൻ്റെ കയ്യിൽ ഐ ഹാവ് എ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചത് കൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എനിക്കത് കേട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ വായിച്ചു മനസ്സിലാക്കിയ കാര്യം എൻ്റെ ഉള്ളിൽ ഇരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇറ്റ് ഷുഡ് ബി ഷെയർഡ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഐ ബി ഷെയറിംഗ് മൈ തോട്ട്സ് ത്രൂ മൈ വീഡിയോ ടു ദ പബ്ലിക്. ഇത് സൗജന്യമാണ്. ഞാൻ എൻ്റെ സമയമെടുത്ത്, എൻ്റെ എനർജി എടുത്ത്, എൻ്റെ സാമ്പത്തികം ഉപയോഗിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ സൗജന്യമായിട്ട് നൽകുന്നു. അപ്പൊ ഇന്ന് മുതൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെയാണ് ഒരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്ത് തന്നെ ഞാൻ തുടങ്ങാം. അതായത് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ഓൺ എ ഡിഫറെന്റ് ലോസ്. ഒരുപാട് ലോസ് ഉണ്ട്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു നിയമമാണ് നമ്മൾ മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും മുന്നോട്ട് നയിക്കുന്നത്. ദാറ്റ് ഈസ് എ ലോ ഓഫ് എക്സ്ചേഞ്ച്. ഇത് ലോ ഓഫ് എക്സ്ചേഞ്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം ഏകദേശം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്ന സമയത്ത് പൂർത്തീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള 1% ആളുകൾ പോലും ഈ ലോ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കാതാണ് അവർ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ലോ ഓഫ് എക്സ്ചേഞ്ച് എന്നും ആ ലോ ഓഫ് എക്സ്ചേഞ്ച് കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാമെന്നുമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം തന്നെ പറയട്ടെ, ദ ലോ ഓഫ് എക്സ്ചേഞ്ച്. ലോ ഓഫ് എക്സ്ചേഞ്ച് അതായത് പ്രപഞ്ചത്തിലുള്ള, നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ ജീവജാലങ്ങളും, അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ, അത് നെബുല ആയിക്കോട്ടെ, അല്ലെങ്കിൽ മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അവയെല്ലാം ഈ ഒരു ലോ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഫലമായിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ ലോ ഓഫ് എക്സ്ചേഞ്ചിന്റെ അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു സംഗതിയോട് ഞാൻ എഴുതാം. സെൽ ഓർ ബി സോൾഡ്. സെൽ ഓർ ബി സോൾഡ്. അതായത് ലോ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് പരസ്പരം നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുക.
അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇന്റർ കണക്ടഡ്നെസ്സിനെ കുറിച്ച് പറയാം. കണക്ട്നെസ് ഉണ്ട്, കണക്റ്റഡ്നെസ്, ഇന്റർ കണക്റ്റഡ്നെസ്. അവിടെയാണ് ഈ ലോ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു തീമിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതായത് യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്, ദേ ആർ ഓൾസോ കണക്റ്റഡ്. അപ്പൊ ഇത് സെൽ ഓർ ബി സോൾഡ് എന്ന് പറയുന്ന ആ ഒരു ടേമിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ മലയാളത്തിൽ പറയാം. സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക, ബി സോൾഡ് എന്ന് പറഞ്ഞാൽ വിൽക്കപ്പെടുക. അതായത് വിൽക്കുക അല്ലെങ്കിൽ വിൽക്കപ്പെടുക. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് സാധാരണ പരിചയമുള്ള കാര്യം, വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സിലോ അല്ലെങ്കിൽ ട്രേഡിലോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇവിടെ സെല്ല് അല്ലെങ്കിൽ ബി സോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നിത്യ ജീവിതത്തില് ഓരോ നിമിഷവും കടന്നു പോകുന്ന ഒരു കാര്യമാണ്. വിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതൊരു വിൽപ്പനയാണ്, അല്ലെ? നമ്മളൊരു എക്സ്ചേഞ്ച് പ്രോസസ്സാണ്. അത് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോ, ഇവൻ നമ്മളൊരു വീഡിയോ കാണുന്നത് പോലും ഇറ്റ്സ് ഓൾ അബൌട്ട് എൻ എക്സ്ചേഞ്ച് പ്രോസസ്, അല്ലെ? അപ്പം ഇവിടെ ഈ രണ്ട് ടേംസിനെ നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിന്റെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിന് തുടർന്ന് വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡെപ്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് ഒരു ട്രാപ്പിൽ നിന്ന്, അതായത് നമ്മൾ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു വലിയ ട്രാപ്പിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന വസ്തുവകൾ, ടേംസിനെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിൽക്കുക അല്ലെങ്കിൽ വിൽക്കപ്പെടുക, അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ട്രാപ്പിൽ അല്ലെങ്കിൽ വിൽക്കപ്പെടുന്ന അവസ്ഥയിലോട്ട് പോകും. ഇവിടെ പറഞ്ഞു വിൽക്കുക അല്ലെങ്കിൽ വിൽക്കപ്പെടുക. നമുക്ക് സെൽഫ് അവയർനെസ്, സ്വയം അവബോധം ഉണ്ടാവണം. സെൽഫ് അവയർനെസ്, സ്വയം അവബോധം ഉണ്ടാവണം. നമ്മളെ കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി ഡെവലപ്ഡ്. അപ്പം സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അപ്പൊ ഈ ടാസ്കിനെ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ കൂടുതലായിട്ടും പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ സ്വയം അവബോധം എന്ന് പറയുന്നത്. നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യ ജനിച്ചു വീഴുന്ന കാലഘട്ടം മുതൽ അവന്റെ ജീവിതത്തിലുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെയും ഒരു സിസ്റ്റം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയത്ത് ആ കുഞ്ഞിന് പ്രത്യേകിച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം സൊസൈറ്റി, ഫാമിലി, റിലിജിയൻ, പൊളിറ്റിക്സ്, കൂടാതെ എഡ്യൂക്കേഷൻ. അപ്പൊ ഈ വിധത്തിലുള്ള ഓൾറെഡി പാക്ഡ് ആയിട്ടിരിക്കുന്ന സിസ്റ്റത്തിലോട്ടാണ് ഒരു കുഞ്ഞ് വന്ന് ജനിച്ചു വീഴുന്നത്. അപ്പം സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിസ്റ്റത്തിന് എന്താണ് പ്രത്യേകത? ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിസ്റ്റത്തിനകത്തുനിന്ന് വേറെ മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനോ സ്വന്തമായിട്ട് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനോ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനോ ഉള്ള സിസ്റ്റത്തിനകത്താണ്. ആ സിസ്റ്റം എന്താണോ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഇതിനകത്ത് വന്ന് പെടുന്നവർക്ക് സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ തരത്തിലുള്ള സിസ്റ്റംസും അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടാകും. ഇപ്പം റിലീജിയൻ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. ഓരോ റിലീജിയനും അതിന്റെ ഡിവിഷൻസും, ഇപ്പം ഏത് റിലീജിയനിൽ പെട്ടതാണെങ്കിലും അത് ഫോളോ ചെയ്യുന്ന ചില റൂൾസ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുന്നത്, അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അത് എൻഡിലാണ് ആ റിസൾട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ വരുന്നത്. അതായത് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത ശേഷം അവസാനം അതിനുശേഷം ഒരു ജോലി
അല്ലെങ്കിൽ അതിനുശേഷം ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതിന് അങ്ങനെ ഒരു രീതിയാണുള്ളത്. അപ്പം ആ സിസ്റ്റം ബ്രേക്ക് ആകാതാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും മറ്റൊരു കാര്യം പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലും അതൊരു സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞ ഫാമിലി, ആ ഫാമിലിയുടെ സിസ്റ്റം, ഓരോ ഫാമിലിക്ക് ഒരു സിസ്റ്റമാണ്. അത് കോമൺലി ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല. ഓരോ ഫാമിലിയും അവരുടേതായ രീതിയിൽ സെറ്റ് ചെയ്യുന്ന റൂൾസ് അല്ല പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് ആ ഫാമിലിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതിൽ നിന്നൊരു വ്യത്യസ്തമായ ചിന്താഗതി ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, നമുക്ക് ആ പറയുന്ന ആ സിസ്റ്റത്തിന് വെളിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാനായിട്ട് കഴിയത്തില്ല. ആ സിസ്റ്റത്തിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ സിസ്റ്റത്തെ നമുക്ക് വിമർശിക്കാനോ അതിനെ നമുക്ക് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സോ നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. അപ്പം സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വയം അവബോധം എന്ന് പറയുന്ന ആ ഒരു പുതിയ പ്രക്രിയയിലോട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ, ആ കടക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്ന് പറയുന്നത് ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു എക്സ്റ്റൻഡഡ് ഫോമാണ്. സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം അല്ല. ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒരു എക്സ്റ്റൻഡഡ് ഫോമാണ്. അതായത് നമ്മൾക്ക് എന്താണോ വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. നമ്മൾ ഫിലോസഫേഴ്സ് ഒക്കെ പറയുന്നത് പോലെ നോ ദൈ സെൽഫ് എന്നോ, അല്ലെങ്കിൽ ദ കിങ്ഡം ഈസ് ഇൻ യു, അല്ലെങ്കിൽ വിത്തിൻ യു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറയുന്നു. നോ ദൈ സെൽഫ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഒരു നമ്മളെ തന്നെ സ്വയം ഒന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നു. നമ്മൾ എന്താണ്, നമ്മൾ ഈ ഭൂമിയിൽ എന്തിനു വന്നു, നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥങ്ങൾ വല്ലതുമുണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ് സോക്രട്ടീസ്, അല്ലെങ്കിൽ പ്ലേറ്റോ, അല്ലെങ്കിൽ നമ്മുടെ ഫിലോസഫേഴ്സിന്റെ കുറെ ചരിത്രങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയിലുള്ളവർ, അല്ലെങ്കിൽ റിലിജനിലുള്ളവർ, അപ്പം ഈ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും നമ്മൾ ചില കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സെൽഫ് അവയർനെസ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ ഫൈനൽ ട്രൂത്ത്. ഈ ട്രൂത്തിൽ എത്തിച്ചേരുക, ആത്യന്തിക സത്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ലോകത്തിലെ 1% പേർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പരമായ യാഥാർത്ഥ്യം, സത്യം എന്നൊക്കെ പറയും. അപ്പൊ ഈ ബാക്കി പറയുന്ന 99% ആൾക്കാരെ സംബന്ധിച്ചും അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടിനകത്ത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ മരണം എന്ന് പറയുന്ന ഡെത്തിലൂടെ അവർ അവസാനിക്കുകയാണ്. അവരുടെ ആ ഒരു പോയിന്റ് അവസാനിക്കും. എന്നാൽ ഈ സെൽഫ് അവെയർ ആകുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ശരീരം കൊണ്ട് മരണപ്പെട്ടാലും അദ്ദേഹം ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മെസ്സേജ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഐഡിയ. മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഐഡിയ. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് ഓട്ടപ്രദർശനം നടത്തിക്കൊണ്ട് ഞാൻ ഇതൊന്ന് വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ലോ ഓഫ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുക, കൈമാറ്റം ചെയ്യുക, ആ പ്രക്രിയയിൽ നമ്മൾ വിൽക്കുക അല്ലെങ്കിൽ വിൽക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ആശയത്തിൽ എത്തിച്ചേരുകയാണ്. ആ ആശയത്തെ നമ്മൾ കൃത്യമായിട്ട് മുറുകെ പിടിച്ച് ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ, അതായത് നമുക്ക് നമ്മളെ സ്വയം വിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മളെ വിൽക്കും. അവരുടെ വസ്തുവകകൾ, അവരുടെ ആശയങ്ങൾ എല്ലാം വിൽക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, അതിൽ മുറുകെ പിടിച്ചാൽ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകും. എന്താണ്? വിൽ റീച്ച് ദ സ്റ്റേജ് ഓഫ് ഫൈൻഡിങ് ദ ട്രൂത്ത്. ആത്യന്തിക സത്യം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലോട്ട് നമ്മൾ കടന്നു പോകും. അല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ട്രാപ്പ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ സിസ്റ്റത്തിനകത്തും ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ. ഏത് സിസ്റ്റം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ആ സിസ്റ്റത്തിനകത്ത് നമ്മുടെ ആവശ്യപ്രകാരം, നമ്മുടെ ഇഷ്ടപ്രകാരം അല്ല നമ്മൾ അതിനകത്ത് പോയി കിടക്കാം. നമ്മൾ ജനിക്കുമ്പോഴേ ആ സിസ്റ്റത്തിന്റെ ഭാഗമാകുകയാണ്. അപ്പൊ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് നമുക്ക് സിസ്റ്റത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന് വെളിയിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ
നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി പേഴ്സൺ ഈസ് ആൻ ഐഡിയ. ഓരോ മനുഷ്യനും എന്ന് പറയുന്നത് ഒരു ആശയമാണ്. ആ വ്യക്തിയിൽ ഒരു ആശയമുണ്ട്. ഹി ഹാസ് എ മെസ്സേജ്. അല്ലെ, ഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ദ മെസ്സേജ് യു വാണ്ട് ടു ബിക്കം ഇൻ ദ വേൾഡ്. നിങ്ങളുടെ ആശയമായി മാറുക. ഇറ്റ് ഈസ് ആശയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഐഡിയ. ഓരോ വ്യക്തിയും ഒരു വ്യത്യസ്ത ആശയമാണ്. നമ്മൾ ഒരു ശരീരം, ഒരു മനുഷ്യനെന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, നമുക്ക് കാഴ്ചയ്ക്ക് കാണാൻ കഴിയുന്നതും അതല്ലാത്തതുമായിട്ടുള്ള എല്ലാം കൂടെ ചേർന്ന്, അതായത് സീൻ ആൻഡ് അൺസീൻ ആണ്. കാണുന്നതും കാണാത്തവയും ചേർന്നിട്ടുള്ളവയാണ് മനുഷ്യൻ. അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച് ഈ ലോകത്ത്, പ്രപഞ്ചത്തിൽ ഏറ്റവും അവസാനം ഉണ്ടായി എന്ന് നമ്മൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഉള്ളതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് പ്രപഞ്ചം ഉണ്ടായി ഏകദേശം 13.5 ബില്യൺ ഇയേഴ്സിന് ആ കാലഘട്ടത്തിൽ ഏറ്റവും അവസാനം ഉണ്ടായിട്ടാണ് ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന നമ്മളെ പോലുള്ള മനുഷ്യൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ആശയങ്ങളാണ്. ഈ ആശയങ്ങളെ നമുക്കൊരു യുണീക്ക് ആശയം ഉണ്ടാവും. ഈ ഒരു യുണീക്ക് ആശയത്തെ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ഓരോ മനുഷ്യരും ഓരോ ഐഡിയ, അല്ലെങ്കിൽ നമുക്ക് ലോകത്തിന് കൊടുക്കാൻ ഒരു ആശയം ഉണ്ടാകും. ആ ആശയത്തെ മുറുകെ പിടിക്കുവാനോ ആ ആശയത്തെ സ്വീകരിക്കാനോ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ആശയം എന്ന് പറയുന്നത് പല രൂപത്തിൽ വരാം. അതായത് നമുക്ക് ടാലൻസ് എന്ന് പറയാറുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച് ടാലൻസ്, അവർ ജനിക്കുമ്പോഴേ അവർക്ക് പല കഴിവുകൾ, പാട്ടുപാടാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ സ്പോർട്സിൽ ടാലന്റ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പല രീതി, അതായത് അവർ ജനിക്കുമ്പോഴേ അവർക്ക് കിട്ടുന്ന ചില കഴിവുകൾക്കാണ് ടാലൻസ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു കാര്യം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും, സ്കിൽസ് എന്ന് പറയും. സ്കിൽസ്, ഈ സ്കിൽസ്, ടാലൻസ് അല്ലെ സ്കിൽസ് എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ മെസ്സേജ് അല്ലെങ്കിൽ അയാളുടെ ആശയം എന്ന് പറയുന്നത്. അപ്പം ആ വ്യക്തി, അതിന് നമ്മൾ ചിലപ്പം പലപ്പോഴും അതിന്റെ പാഷൻ എന്ന് പറയാറുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടുള്ളത്, അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുവാനായിട്ടുള്ളത്, അതിനെ പലപ്പോഴും പാഷൻ എന്നും ഗിഫ്റ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഈ പറയുന്ന നമ്മുടെ പാഷനെ നമ്മുടെ പർപ്പസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അതായത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നൊരു അർത്ഥമുണ്ടാകണം. ദേർ ഷുഡ് ബി ആൻ ആൻസർ. അതായത് നമ്മളൊരു വി ഹാവ് എ മെസ്സേജ്, നമുക്കൊരു മെസ്സേജ് ഉണ്ട് ലോകത്തിന് കൊടുക്കാനായിട്ട്. ആ മെസ്സേജ് സ്വീകരിക്കാനുള്ള ആളുകൾക്ക് നമ്മൾ എന്തിനാണത് കൊടുക്കുന്നതെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയണം. അപ്പം ഈ പറയുന്ന ആശയങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മെസ്സേജ് ഓർ ഐഡിയ, ഈ പറയുന്ന മെസ്സേജ് ഓർ ഐഡിയ, ഇതിനെ നമുക്ക് ഐഡിയ, സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാ മനുഷ്യനും ഒരു ആശയമാണ്, അവനൊരു മെസ്സേജ് കൊടുക്കാൻ കാണും. അതിന് അവന് ടാലന്റ് എന്നോ സ്കിൽസ് എന്നോ അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ബന്ധിക്കാൻ കഴിയും. ഇത് സ്വീകരിക്കാനായിട്ട് there should be a group of people. നമ്മുടെ ആശയം സ്വീകരിക്കുവാനായിട്ട്, അതായത് നമ്മുടെ ആശയം അത് പ്രോഡക്ട്സിന്റെ രൂപത്തിലോ സർവീസിന്റെ രൂപത്തിലോ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ടാലന്റുകൾ വിവിധ കലാരൂപങ്ങളിലോ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ഉള്ളതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ദാറ്റ് ഈസ് an ഐഡിയ. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കഴിവതും മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. എങ്കിലും കഴിവതും ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ടാലന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അത് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് ഞാൻ വിശദമായിട്ട് അടുത്തൊരു സെഷനിൽ പറയാം. അപ്പൊ നമ്മളാകുന്ന ആശയത്തെ ഒരു കൂട്ടം ആളുകളിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് we will be creating legacy. അതായത് നമ്മളാകുന്ന ആശയത്തെ അല്ലെങ്കിൽ നമ്മളാകുന്ന ആ മെസ്സേജിനെ ഒരു കൂട്ടം ആളുകളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയണം.
ഈ കറക്റ്റ് ചെയ്യുന്ന ആ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പർപ്പസ് ആണ്. നമ്മളാകുന്ന ആശയത്തെ മറ്റൊരിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എന്തിനാണ് അവർക്ക് ഞാനാകുന്ന വ്യക്തി എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ഞാൻ അവർക്ക് നൽകുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ക്രിക്കറ്റ് കളിക്കുന്നു സ്വന്തം താല്പര്യപ്രകാരമല്ല. ഹി ഈസ് ആക്ച്വലി റെപ്രസെന്റിങ് ദീസ് പീപ്പിൾ. ഈ ഒരു കൂട്ടം ആളുകളുടെ റെപ്രസെന്റേഷൻ ആണ് ക്രിക്കറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള നമുക്ക് ക്രിക്കറ്റ് കളിക്കുന്ന അറിയപ്പെടുന്ന താരങ്ങളുണ്ട്. ആക്ച്വലി ദേ റെപ്രസെന്റ് എ ടീം. ഇവര് ഒരു ടീമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു രാജ്യത്തെയാണ്, ആ രാജ്യത്തിന്റെ റെപ്രസെന്റേഷനാണ് അവര്. അതല്ലാതെ അവര് പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിച്ച് സ്വയം അവരുടെ താല്പര്യം അനുസരിച്ച് ക്രിക്കറ്റ് കളിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ആദായമൊന്നുമില്ല. ദേ ഹാവ് ടു റെപ്രസെന്റ് എ ടീം. അപ്പൊ നമ്മളാകുന്ന ആശയത്തെ, നമ്മുടെ ടാലന്റ് ആയിക്കോട്ടെ, നമ്മുടെ സ്കിൽ സെറ്റ്സ് ആയിക്കോട്ടെ, വാട്ട് ഓർ തിങ്സ്, അത് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഹാവ് ടു റെപ്രസെന്റ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇതിന് ശേഷമാണ് ദ ലേറ്റസ്റ്റ് സ്റ്റേജ്. അത് അവിടെ കൊണ്ട് നിർത്തരുത്. നമുക്ക് ടാലന്റ് ഉണ്ട്, നമുക്ക് ആശയങ്ങളുണ്ട്, നമുക്ക് അതുകൊണ്ട് നിർത്തരുത്. വൈ? ബിക്കോസ് ഇൻ എവറി സ്റ്റേജ് തിങ്സ് ആർ ചേഞ്ചിങ്. നമ്മൾ ഒരു സെന്റൻസ് അല്ലെങ്കിൽ നമുക്കൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചേഞ്ച് എന്ന് പറയുന്ന ഒരു വാക്കല്ലാതെ മറ്റെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവരിതിങ് ഇസ് ഇവോൾവിങ്. എവരിതിങ് ഇസ് ഇവോൾവിങ്. യൂണിവേഴ്സ് മുതൽ ഈ താഴെ വരെയുള്ള എല്ലാ കാര്യങ്ങളും എവരിതിങ് ഇസ് ഇവോൾവിങ്. ഒന്നും സ്ഥായി, എവരിതിങ് ഈസ് ചേഞ്ചിങ്. അപ്പം നമ്മുടെ ആശയമുണ്ട്, ഒരു കൂട്ടം ആളുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ആ ആളുകളുടെ ആവശ്യങ്ങളോ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതനുസരിച്ച് മാറാനും തയ്യാറാവണം. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇവോൾവ് ചെയ്യണം. എനിക്കൊരു ടാലന്റ് ഉണ്ട്, എനിക്കൊരു സ്കില്ലുണ്ട്, ഞാൻ കണ്ടെത്തി. ഇവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബി അൺലിമിറ്റഡ്. യു ഷുഡ് ബി അൺലിമിറ്റഡ്. നമ്മൾ അൺലിമിറ്റഡ് ആയെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഇവോൾവ് ചെയ്യാൻ, മാറുവാനായിട്ട്. മാറ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് ചേഞ്ചിങ്. ആ ഒരു ഫോമിൽ മാത്രം ഇരിക്കുവല്ല, ആ ഫോമിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നമ്മുടെ ആശയങ്ങളെ നമ്മൾ ഒരു കൂട്ടം ആളുകളിലേക്ക് എത്തിക്കുന്നു. ആ ആളുകളുടെ മാറ്റങ്ങൾ അല്ല അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാകുന്നു. ആ മാറ്റത്തിന് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം വി ഹാവ് ടു ക്രിയേറ്റ്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫൈനൽ ആ ജേർണിയിലെ നമ്മുടെ ഒരു എത്തിച്ചേരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെഗസിയാണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ജനിച്ചു. വി ഹാവ് സ്റ്റാർട്ടഡ്. ആ ജനനം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്ന എക്സിറ്റിന് മുമ്പ് വി ഹാവ് ടു ക്രിയേറ്റ് ദിസ് ലെഗസി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, വർഷങ്ങളോളം നമ്മൾ ജീവിച്ചു. നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു മേക്ക് ഷുവർ വി ഹാവ് ക്രിയേറ്റഡ് ലെഗസി. നമ്മൾ ആ ലെഗസി എന്ന് പറയുന്നത് നമ്മുടെ തുടർ പാരമ്പര്യങ്ങൾ, നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ തുടർ പാരമ്പര്യങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വക നമ്മൾ ഒരുക്കിയിട്ട് പോകണം. സോ ലെഗസി ഈസ് ദ മോസ്റ്റ് പ്രൈമറി ഓർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല, നമ്മളുടെ മരണശേഷവും ആ വ്യക്തി ഇന്നും ജീവിക്കുന്നു എന്ന് തലമുറകളിലൂടെ അവർ പറയുമ്പോഴാണ് നമ്മൾ ജീവിച്ചതിന് അർത്ഥമാകത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലോ ഓഫ് എക്സ്ചേഞ്ച് മുതൽ ഈ ലെഗസി വരെയുള്ള ഒരു കാര്യങ്ങൾ, ജസ്റ്റ് ദ ബേസിക് തിങ്. ഇനിയുള്ള പാഠങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ ബേസ് ചെയ്തും ഇത് ബിസിനസ്സുകാർക്കും സെയിൽസ്മാൻമാർക്കും ഒരു വെറും സാധാരണ ആളുകൾക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താം, അവർക്ക് എങ്ങനെ അത് ബെറ്റർ ലൈഫ് ബെറ്റർ ആക്കി എടുക്കാം എന്നുള്ള
എക്സ്പ്ലനേഷൻ ആയിരിക്കും അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, താങ്ക് യു.